ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്തരമല്ലേ ഇനി വരാതിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ നവ്യാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഷോർട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നേരെ ലൊക്കേഷനിലേക്ക് എത്തുകയാണ്. അവിടെ വന്നിറങ്ങിയപ്പോൾ എല്ലാവരും തന്നെ അവളെ വലിയ രീതിയിലൊക്കെയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അവൾ വിചാരിക്കുന്നത് ഞാനിപ്പോൾ അനന്തപുരിയിലെ മരുമകളാണല്ലോ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സ്വീകരിക്കുന്നത് എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ക്യാമറാമാനും മേക്കപ്പ് ആർട്ടിസ്റ്റും എല്ലാവരെയും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നവ്യയ്ക്ക്. അങ്ങനെ വലിയൊരു സ്വീകരണം തന്നെയാണ് നവ്യയ്ക്ക് അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നത്. ആ സമയം എല്ലാവരും പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് നവ്യ ചോദിക്കുകയാണ് ഡയറക്ടർ വന്നില്ലേ എന്നുള്ളൊരു കാര്യം. അപ്പം പറയുന്നുണ്ട് ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല, അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തുമെന്ന് പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഡയറക്ടറുടെ കാറ് വരുന്നുണ്ട്. അങ്ങനെ ഡയറക്ടർ നേരെ നവ്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പം എന്നിട്ട് വന്നിട്ട് പറയുന്നുണ്ട് മാഡം, എന്തായാലും വളരെയധികം സന്തോഷം. ഞാനിനി എൻ്റെ എല്ലാ ആഡിലും മാഡത്തിനെ തന്നെയായിരിക്കും മോഡലാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇത്രയും സൗന്ദര്യമുള്ള ഒരാളെ നമ്മൾ ഇതുവരെയായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ നവ്യനെ കുറച്ച് പൊക്കി വിടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു പെർഫ്യൂമിൻ്റെ ആഡാണ്, അതിൽ കുറച്ച് സെക്സിയും ഹോട്ടായിട്ടൊക്കെ നമ്മൾ അഭിനയിക്കേണ്ടി വരും എന്നുകൂടി പറയുകയാണ്. അപ്പോൾ അത് കേട്ട് നവ്യ ചോദിക്കുന്നുണ്ട് എന്തിനാ ഇതിപ്പോൾ ഇങ്ങനെ പറയുന്നത്, അതിനൊക്കെ ഞാൻ തയ്യാറാണ്, അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നുകൂടി നവ്യ പറയുന്നുണ്ട്. എന്നാൽ മാഡം പോയിട്ട് നമ്മുടെ ആഡ് ഷൂട്ടിനുള്ള മേക്കപ്പ് എല്ലാം ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നേരെ നവ്യ മേക്കപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് പോകുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആദർശും അഭിയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ഒരു ക്ലയൻറ്റിന് ഡിസൈനിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ അഭി പറയുന്നുണ്ട് അത് ഞാൻ നോക്കിക്കോളാം, പവിത്രയുടെ അടുത്ത് ഞാൻ പോയിരുന്നിട്ട് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചോളാം എന്ന് പറയുകയാണ്. ഈ ക്ലയൻസിനെ നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല, നമുക്ക് എപ്പോഴും വർക്ക് തരുന്ന ഒരാളാണെന്ന് കൂടി പറയാണ്. അപ്പോൾ ഏട്ടൻ പേടിക്കണ്ട, ഞാൻ നോക്കിയും കണ്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് അഭി നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ അഭിയാണെന്നുണ്ടെങ്കിൽ നേരെ ആ ഒരു ഡയറക്ടറെ വിളിക്കുകയാണ്, നവ്യ പോയ ലൊക്കേഷനിലെ ഡയറക്ടർ. അങ്ങനെ അഭി ആ ഡയറക്ടറെ വിളിച്ച് സംസാരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തായാലും അവിടുത്തെ കാര്യങ്ങളെന്ന്. സാറ് പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ പൊക്കി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ്. മാഡത്തിനെ പോലെ ഒരു മാഡത്തിന് കിട്ടിയ ഞങ്ങൾ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്, ഇതുപോലെ സൗന്ദര്യമുള്ള ഒരു സ്ത്രീ ഞങ്ങൾ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞതെന്ന് പറയുകയാണ്. അപ്പോൾ അഭി ചോദിക്കുന്നുണ്ട് എന്തായി, ഞാൻ പറഞ്ഞ ആ കാര്യം ഒന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡയറക്ടർ പറയുന്നുണ്ട് പറഞ്ഞു സാറേ, സാർ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു, ഇത് പെർഫ്യൂമിൻ്റെ ഒരു ആഡാണ്, അതുകൊണ്ട് കുറച്ച് സെക്സിയും ഹോട്ടായിട്ടൊക്കെ അഭിനയിക്കേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മാഡം ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും തയ്യാറാണെന്ന് പറയുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ആഡ് ഷൂട്ട് നടന്നോളാനായിട്ട് പറയുകയാണ്. അതിനുശേഷം ഡയറക്ടറായിട്ടുള്ള ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് അഭി ആലോചിക്കുന്നുണ്ട് ഈ ഒരു ആഡ് ഷൂട്ട് പുറത്ത് വരുന്നതോടു കൂടി തന്നെ നവ്യയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനായിട്ട് പറ്റും, അതിന് പിന്നാലെ തന്നെ അവരുടെ അനിയത്തിയെയും ആ വീട്ടിൽ നിന്നും പറഞ്ഞു വിടണം എന്നാലോചിക്കുകയാണ് അഭി. അതിനുശേഷം കാണിക്കുന്ന നന്ദാവനാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ നയനയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ് കനക. അപ്പോൾ അതെല്ലാം ഒരുക്കി വെച്ചിട്ട് ടേബിളിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും കഴിക്കാനായിട്ട് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് നന്ദുവും നയനയും അച്ഛനും കൂടി വന്നിരിക്കുകയാണ്. അപ്പം നന്ദു നോക്കുമ്പോൾ നയനയ്ക്ക് ഇഷ്ടപ്പെട്ട എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കണ്ട് പറയുന്നുണ്ട് ഓ, നയന ചേച്ചി വന്നപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നും തന്നെ ഇല്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് കനക പറയുന്നുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട ഒന്നും തന്നെ ഞാനിവിടെ ഉണ്ടാക്കാറില്ലല്ലോ, നിൻ്റെ വർത്താനം കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ കനക ഭക്ഷണമൊക്കെ ഒരു പ്ലേറ്റിലിട്ടിട്ട് നമ്മുടെ നയനയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പം നയന പറയുന്നുണ്ട് അമ്മേ എനിക്ക് ഇങ്ങനെ കയ്യിൽ പാത്രത്തിൽ തരല്ലേ അമ്മേ, നമ്മൾ പണ്ട് വളരെ സ്നേഹത്തിലൊക്കെ ഇരുന്നപ്പോൾ അമ്മ എനിക്ക് വാരി തരാറില്ലേ, അങ്ങനെ കഴിക്കാനായിട്ട് കൊതിയായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നെന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് കനക അതിനിപ്പോൾ എന്താ, എൻ്റെ മോൾക്ക് ഞാൻ വാരി തരാലോ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം വാരി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ നന്ദുക്കുട്ടനാണെന്നുണ്ടെങ്കിൽ ഒരിത്തിരി കുശുമ്പൊക്കെ ആവുന്നുണ്ട്. എന്നിട്ട് നന്ദു പറയുന്നുണ്ട് ചേച്ചിക്ക് മാത്രമേ വാരി കൊടുക്കുള്ളൂ, ഈ വീട്ടിലെ ഏറ്റവും ഇളയത് ഞാനല്ലേ, എനിക്കൊന്നും വാരി തന്നു പോലില്ലല്ലോ അമ്മയെന്ന് പറയാണ്. ഇത് കേട്ട് കനക പറയുന്നുണ്ട് ഇനി നീ കുശുമ്പൊന്നും പിടിക്കൊന്നും വേണ്ട, നിനക്ക് ഞാൻ വാരി തരാമെന്ന് പറഞ്ഞിട്ട് അവൾക്കും വാരി കൊടുക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തിൽ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കണ്ടിട്ട് ഗോവിന്ദൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നയന പറയുന്നുണ്ട് എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, ഇങ്ങോട്ട് വായോ, അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ഉരുള വാങ്ങിച്ച് കഴിക്കുമെന്ന് പറയുന്നുണ്ട്. മക്കൾ എന്താ പറയുന്നത്, ഈ വയസ്സാം കാലത്തോ മക്കൾ കഴിക്കുന്നത് കാണുന്നത് തന്നെ അച്ഛൻ്റെ വളരെയധികം സന്തോഷം എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് അവർ പിള്ളേർ സമ്മതിക്കുന്നില്ല, പറ്റില്ല അച്ഛൻ ഇങ്ങോട്ട് വായോ, അമ്മ വാരി തന്നത് കഴിക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ കനക ഗോവിന്ദൻ ഇങ്ങോട്ട് വായോ, മക്കളുടെ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉരുള ഉരുട്ടിയിട്ട് ഗോവിന്ദൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്.
അത് കണ്ടിട്ട് കുട്ടികൾ പറയുകയാണ്, ഇങ്ങനെയല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും വാരി തന്ന പോലെ അച്ഛന് വാരി കൊടുക്കമ്മേ എന്ന് പറയുകയാണ്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾ എന്തി പറയുന്നത്, എനിക്ക് നാണാവുന്നുണ്ടെന്നൊക്കെ പറയുകയാണ്. അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, ഇപ്പം അച്ഛന് ഞങ്ങൾക്ക് വാരി തന്ന പോലെ തന്നെ അമ്മ വാരി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കനക ഗോവിന്ദന് ഉരുട്ടി വായിലേക്ക് ഉരുട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഗോവിന്ദനാണെന്നുണ്ടെങ്കിൽ ആ സമയം സന്തോഷം കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ നയനമോളെ കാണുമ്പോൾ എൻ്റെ അമ്മയെയാണ് ഓർമ്മ വരുന്നത്. എൻ്റെ അമ്മ എങ്ങനെയാണോ എന്നെ നോക്കുന്നത് അതുപോലെ എൻ്റെ മോളെ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കുടുംബത്തിന് വേണ്ടിയിട്ടെന്ന് പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എത്ര സന്തോഷത്തിൽ കഴിഞ്ഞിരുന്ന കുടുംബമായിരുന്നു ഇതെന്ന് കനക പറയുകയാണ്. ആ നവ്യ എന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് നമ്മുടെ കുടുംബത്തിലെ ഈ സന്തോഷമൊക്കെ ഇല്ലാതായത്. അവൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തു, എന്നിട്ടിപ്പോൾ അവളൊന്ന് വിളിക്കുക പോലും ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമം പറയുകയാണ്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, അവളെപ്പറ്റി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അതുപോലെയല്ല എൻ്റെ നയനമോള്, അവളെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ രണ്ടാനമ്മയാണ്. കാരണം എനിക്ക് ജനിക്കാതെ പോയ അമ്മയെപ്പോലെയാണ് എനിക്ക് അവൾ. കാരണം അവൾ ആയ കാലം മുതൽ ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു. ഇപ്പോഴും കണ്ടില്ലേ, അവൾ കഷ്ടപ്പെട്ട് പൈസയും കൊണ്ട് നമ്മളെ സഹായിക്കാനായിട്ട് വന്നു, അവളുടെ കാര്യമല്ലേ അവൾ നോക്കിയത് എന്ന് ഗോവിന്ദൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ വിഷമത്തിലേക്കുള്ള സംഭാഷണം പോയിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ നന്ദു ആണെങ്കിൽ പറയുന്നുണ്ട്, മതി മതി മതി, ഇനി ചോറ് വേഗം വാരിത്തായോ എന്ന് പറഞ്ഞ് വിഷയം വേഗം തന്നെ മാറ്റിയിട്ട് അവിടെ പിന്നെയും സന്തോഷം കൊണ്ടുവരികയാണ് നന്ദു. തുടർന്ന് കാണിക്കുന്നത് നവ്യ ഷൂട്ടിംഗ് സ്പോട്ടിലിരുന്നിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഷോർട്ട് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ഷൂട്ടിങ്ങിനുള്ള സാധനങ്ങളൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്, ഇനി അഭിനയിച്ചാൽ മാത്രം മതി. അങ്ങനെ ഡയറക്ടർ വിളിക്കുകയാണ് നവ്യയെ അഭിനയിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ടർ ആണെന്നുണ്ടെങ്കിൽ ഒരു പെർഫ്യൂം അടിച്ചിട്ട് പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നവ്യയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പുറത്തേക്ക് പോവാണ്, ക്ലയൻസ് മീറ്റിംഗ് ഉണ്ട്, വരാനായിട്ട് വൈകുമെന്ന് പറയുകയാണ്. അപ്പോൾ ഈ പെർഫ്യൂമിൻ്റെ മണം കേട്ടിട്ട് നവ്യ പറയുന്നുണ്ട്, ഇന്ന് ക്ലയൻസുമായിട്ടുള്ള എല്ലാ മീറ്റിങ്ങും ക്യാൻസൽ ചെയ്തോളൂ, ഇന്നത്തെ മീറ്റിംഗ് നമ്മൾ രണ്ടുപേരും തമ്മിലാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ആക്ടറിൻ്റെ അടുത്തേക്ക് ഇഴുകി ചേരുന്നുണ്ട്. അങ്ങനെ അയാൾ കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവരടുത്ത് ചെയ്താലും സമയത്ത് പെർഫ്യൂം അടിച്ച് അങ്ങനെ ആ സീൻ കട്ടാവുകയാണ്. ഇതാണ് ആഡ് ഷൂട്ട് വരുന്നത്. അപ്പോൾ അതിൽ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചുറ്റുണ്ടായിരുന്നവർ കൈയടിക്കുന്നുണ്ട്, നന്നായിട്ട് അഭിനയിച്ചു, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവളെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് അതിൽ വളരെയധികം സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അവിടെ അവൾ പറയുന്നുണ്ട്, മാഡം ഇങ്ങനെയൊക്കെ അഭിനയിക്കുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു, അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു ആഡ് ഷൂട്ട്, മാഡം കാരണം നല്ല ഹൈ ലെവലിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് അവളെ പൊക്കി പറയുകയാണ്. അപ്പോൾ അതൊക്കെ കേട്ടോണ്ട് നവ്യയ്ക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ് നവ്യ വീട്ടിലേക്ക്. അപ്പോൾ അവിടെ നമ്മുടെ നയന അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നയൻ ഇത് കാണുകയാണ്, ഇവളീ കുഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നത്. അപ്പോൾ നയന ഓടി വന്ന് ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്ത് ഭാവിച്ചിട്ടാണ് വരുന്നത്, ഈ ഡ്രസ്സൊന്നും ഇട്ടിട്ട് അകത്തോട്ട് പോകല്ലേ, അവിടെ ഉള്ളവർ ഇത് കണ്ടു കഴിഞ്ഞാൽ അത് മതിയെന്ന് പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, നീ നിൻ്റെ കാര്യം നോക്കടി, നീ വലിയ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കാനായിട്ട് വരണ്ട, ഞാൻ ഏത് ഡ്രസ്സ് ഒരെണ്ണം ഇടണ്ടെന്നൊക്കെ തീരുമാനിക്കാൻ എനിക്കറിയാം, നീ എന്നെ പഠിപ്പിക്കാനായിട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ട് ചേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ചോദിച്ചപ്പോൾ നീ പൊടിയെന്നും പറഞ്ഞിട്ട് നവ്യ നേരെ അകത്തോട്ട് കയറി പോവുകയാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ കുടുംബത്തുള്ള എല്ലാവരും തന്നെ ഹാളിലിരിക്കുന്നുണ്ടായിരുന്നു. നവ്യയുടെ ആ വസ്ത്രധാരണം കണ്ടിട്ട് എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ ദേവയാനി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് വേഷമാണ് ധരിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം നവ്യ പറയുന്നുണ്ട്, ഇത് ലേറ്റസ്റ്റ് ഫാഷനാണ്, അല്ലാതെ ബോറായിട്ടുള്ള ഒന്നല്ല നിങ്ങളിട്ടിരിക്കുന്ന പോലെ എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, റിച്ച് പീപ്പിൾസൊക്കെ ഇതുപോലെ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നടക്കുക, നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കണം എന്ന് പറയുകയാണ്. അപ്പം ജലജ പറയുന്നുണ്ട്, നീ ഈ റിച്ച് പീപ്പിൾ എന്ന് ഉദ്ദേശിച്ചത് എന്താണ്, ഈ 4 ആളുകൾ കാണേ ഇങ്ങനത്തെ വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് നടക്കുന്നതാണോ നിൻ്റെ റിച്ച് പീപ്പിൾ, നീ എന്ന തൊട്ടാ റിച്ച് ആയത്, അതും കൂടി ഒന്ന് പറഞ്ഞതായോ എന്ന് പറയുകയാണ്. അപ്പോൾ ഇവരെ വർത്താനം കേട്ടുകൊണ്ടിരുന്ന മുത്തശ്ശി വന്നിട്ട് പറയുന്നുണ്ട്, മതി മുത്തശ്ശി പറയുന്നുണ്ട്, നീ എന്താ മോളെ ഈ കാണിച്ചിരിക്കുന്നത്, നാട്ടിൽ എല്ലാവർക്കും ഒരു മാതൃകയാവേണ്ട ഒരു കുട്ടിയല്ലേ, അത് പോട്ടെ, വീട്ടിലും അതേപോലെ എല്ലാവർക്കും ഒരു മാതൃകയാവേണ്ട ഒരു കുട്ടിയല്ലേ, ഒരു അമ്മയാകാൻ പോകുന്ന ഒരു കുട്ടിയല്ലേ, നീ വേണ്ടേ ബാക്കിയുള്ള മക്കൾക്ക് ഒരു പ്രചോദനം മാതൃകയൊക്കെ ആവാനായിട്ട്, എന്നിട്ട് നീ ഇങ്ങനത്തെ വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ടാണോ നടക്കുന്നത്, ഇത് മുത്തശ്ശൻ കണ്ടാൽ ഇനി അത് മതി ഇവിടെ പ്രശ്നം ഉണ്ടാവാമെന്ന് പറയാണ്. അപ്പോൾ അത് കേട്ട് നവിക്ക് കൂടുതൽ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശി ഈ പ്രായത്തിലല്ലാതെ ഈ ഡ്രസ്സൊക്കെ മുത്തശ്ശിയുടെ പ്രായത്തിടാനാണോ, ഇപ്പോൾ ഇടാനുള്ളത് ഇപ്പം തന്നെ ഇട്ട് തീർക്കണ്ടേ, അതിനിപ്പോൾ എന്താ അത്ര വലിയ സംസാരിക്കാനുള്ളത് എന്നും കൂടി പറയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യേ, പുറത്തൊക്കെ ഒന്ന് പോയി ലോകമൊക്കെ ഒന്ന് കണ്ടിട്ട് വായോ, നിങ്ങൾ ഈ 4 ചുമരിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്, പക്ഷെ ഞാൻ അങ്ങനെയല്ല, പുറം ലോകമൊക്കെ ആയിട്ട് കുറച്ച് ബന്ധമുണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ ഒരു കോമൺ കാര്യമാണെന്നുള്ള കാര്യം നിങ്ങളോട് പറയുന്നതെന്ന് പറയാണ്. അപ്പം നയന ആ സമയത്ത് പറയുന്നുണ്ട്, ചേച്ചി ആരോടാ സംസാരിക്കുന്നത്, എന്താ സംസാരിക്കുന്നത് എന്ന് വല്ല ബോധമുണ്ടോ, ഈ വീട്ടിലെ ഏറ്റവും മൂത്തവരോടാണോ ഇങ്ങനെ സംസാരിക്കേണ്ടത്, ചേച്ചി വർത്താനം നിർത്തുന്നത് നയന പറയുന്നുണ്ട്. അപ്പം അത് കേട്ടിട്ട് നവ്യ പറയുന്നുണ്ട്, നിന്നെ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരുന്നു,
ഉണ്ടായിരിക്കാം. അതിൻ്റെ ധൈര്യത്തിൽ നീ കയറി എന്നെ ഭരിക്കാനൊന്നും വരണ്ട. ഇത് കേട്ടിട്ട് ആദർശിന് വളരെയധികം ദേഷ്യം വരുന്നുണ്ട് നയനേനെ പറയുന്നത് കണ്ടിട്ട്. എന്നിട്ട് ആദർശാണെന്നുണ്ടെങ്കിൽ ഉറക്കെ വിളിച്ച് പറയുകയാണ്, അബി അബി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ അബിയാണെന്നുണ്ടെങ്കിൽ എന്താ ഏട്ടാന്ന് വന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, നീ നിൻ്റെ ഭാര്യയെ നിലയ്ക്ക് നിർത്താനായിട്ട് പഠിക്കണം. അവൾക്ക് ഈ വീട്ടിൽ ആരോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം എന്നൊന്നും ഇപ്പോഴും ഒരു നിശ്ചയമായിട്ടില്ല. അതുകൊണ്ട് ആരുടെ മുഖത്ത് നോക്കിയിട്ട് എന്തും പറയാമെന്നുള്ളൊരു തൻ്റേടാണ്. അതുകൊണ്ട് നീ നിൻ്റെ ഭാര്യയെ നിലയ്ക്ക് നിർത്തി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് നവ്യ ചോദിക്കുന്നുണ്ട്, അതെ ആദർശിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനിവിടെ നിൽക്കുന്നുണ്ടല്ലോ, എന്തിനാ എൻ്റെ ഭർത്താവിനോട് പറയുന്നത്? എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കണം, അല്ലാതെ ഇപ്പോൾ ഞാനുള്ളപ്പോൾ ആദർശ് അബിയോട് ഈ കാര്യം പറയേണ്ട കാര്യമില്ലെന്ന് പറയാണ്. അപ്പോൾ ദേവിയേനെ ചോദിക്കുന്നുണ്ട്, അതൊക്കെ പോട്ടെ, നീ ഇന്ന് രാവിലെ പോകുമ്പോൾ എന്ത് പറഞ്ഞുകൊണ്ടാണ് ജാനകിയുടെ അടുത്തുനിന്ന് പോയതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതായിട്ട് നവ്യ പറയുന്നുണ്ട്, അതിപ്പോൾ എന്താണെന്ന് കറക്റ്റായിട്ട് ചെറിയമ്മ പറഞ്ഞിട്ടുണ്ടാവല്ലോ, അതുകൊണ്ടാണല്ലോ നിങ്ങളെല്ലാവരും കൂടി ഇവിടെ സഭ ചേർന്നിരിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ഇളയച്ചൻ പറയുന്നുണ്ട്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടടി എൻ്റെ ഭാര്യയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട്, ഒന്നില്ലെങ്കിൽ മുതിർന്ന ഒരാളല്ലേ എന്നും കൂടി പറയുകയാണ്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. എൻ്റെ ഭർത്താവിനും എൻ്റെ അമ്മായിമ്മയ്ക്ക് എന്നെ ചോദ്യം ചെയ്യാനുള്ള അർഹതയുണ്ട്, നിങ്ങളാരാണ് എന്നെ ചോദ്യം ചെയ്യാനായിട്ട് എന്ന് നവ്യ തിരിച്ചു ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അവൾ തർക്കുത്തരം പറയുന്നത് കേട്ടിട്ട് നയനയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി നിർത്തിയേ, ആരോട് എന്താ പറയുന്നതെന്നുള്ളൊരു ബോധമൊന്നുമില്ലേ എന്നും കൂടി ചോദിക്കുകയാണ്. അപ്പോൾ നവ്യാണെന്ന് പറയുന്നുണ്ട്, നീ വലിയ ആളെന്നാവാൻ കടിക്കേണ്ട, നിൻ്റെ പരിപാടിയാണ് ഇത് മുഴുവൻ ഒപ്പിക്കുന്നതെന്നുള്ള കാര്യം അറിയാം. ഞാൻ വലിയ രീതിയിലൊക്കെ ഉയർന്നു പോകുന്നത് കാണാൻ നിനക്ക് പറ്റാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നാണ് നവ്യ നയനോട് പറയുന്നത്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, നീ എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ നയന മോളെ പറ്റി നീ ഒന്നും പറയാനായിട്ട് തയ്യാറാവരുത്. കാരണം ഇതുപോലൊരു മരുമകളെ കിട്ടിയത് ഞങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യമാണ്. കാരണം ഇന്നേ വരെ ഒരു നല്ല പ്രവൃത്തിയല്ലാതെ വേറെ ഈ കുടുംബത്തിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങളല്ലാണ്ട് അവളൊന്നും ചെയ്തിട്ടില്ല മോളെ പോലെ എന്ന് പറയുകയാണ്. നീ എങ്ങനെയാണ് ഈ വീട്ടിലേക്ക് വന്നതും കൂടി നീ ആലോചിക്കണം. നീ ഒന്നില്ലെങ്കിൽ കല്യാണ മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് ഓടിപ്പോയോളല്ലേ, എന്നിട്ടല്ലേ ഈ വീട്ടിലേക്ക് വന്നതെന്ന് പറയുകയാണ്. അപ്പം നിന്നോട് ഇനി ആരെങ്കിലും പറഞ്ഞിട്ടാണോ നീ ഇങ്ങനെയൊക്കെ എല്ലാവരോടും പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതും എന്നൊക്കെ കൂടി ചോദിക്കുകയാണ് ദേവയാനി. അപ്പോൾ അത് കേട്ടിട്ട് ജലജ പറയുന്നുണ്ട്, ഇനി എല്ലാവരും കൂടിയിട്ട് എന്നെ പറഞ്ഞോളൂ, ഞാൻ കാരണമാണെന്ന് കൂടി പറഞ്ഞോളൂ എന്ന് പറയാണ്. കല്യാണം നടന്നതേ എനിക്ക് വലിയ ഇഷ്ടമുണ്ടായിട്ടില്ല. അവനൊന്ന് വിളിച്ചപ്പോഴേക്കും ഓടിപ്പോയിരിക്കുകയാണ് അവൾ. എന്നിട്ട് നാട് മുഴുവൻ തെണ്ടി നടന്നിട്ട് അവസാനം ഇങ്ങോട്ട് വന്ന് വലിഞ്ഞു കയറിയിരിക്കുകയാണ്. എന്നിട്ട് ഇവിടുത്തെ വലിയ ആളായിട്ട് മാറാനാണുള്ള ഭാവം എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നവ്യയെ. അപ്പോൾ ഇങ്ങനെ വർത്താനം പറയുന്നതൊക്കെ കേട്ടിട്ട് ജലജ ചോദിക്കുന്നുണ്ട്, അതൊക്കെ പോട്ടെ, നീ ഇപ്പം എന്തിനാണ് ഈ ചെറിയ ഡ്രസ്സും ധരിച്ചുകൊണ്ട് എങ്ങോട്ടാണ് പോയത്? അതുകൂടി നീ പറ അത് എന്ന് പറയുമ്പോൾ നവ്യ ആകെ പേടിച്ച് ഞെട്ടി നിൽക്കുന്നുണ്ട്. എവിടെ പോയിന്ന് ഇവരോട് പറയാം, ആഡ് ഷൂട്ടിനും പോയിന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പൊരിക്കുന്നതിനേക്കാളും നന്നായിട്ട് അവരെന്നെ വറുത്ത് കോരിയെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അത് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ ഷോർട്ട് ഡ്രസ്സ് ഇട്ടിട്ട് എങ്ങോട്ട് പോയിന്ന് അവരോട് പറയാമെന്ന് ആലോചിച്ചിട്ട് ഞെട്ടി നിൽക്കുകയാണ് നവ്യ. അങ്ങനെ നവ്യയെ കാണിച്ചുകൊണ്ട് ആ ഒരു എപ്പിസോഡ് തിരികെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ ലൈക്ക് ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് മറക്കരുത്. അപ്പോൾ ഏറ്റവും പുതിയ പത്തരമാറ്റിലെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബായ്.